അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോ പാർക്കിനകത്ത് അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ജോബ് അലേർട്ടാണ് കേട്ടോ. അത് എന്താ പറയുക, അക്കൗണ്ടിൻ്റെ വാക്കൻസീസ് മാത്രമേ ഞാൻ ഇന്ന് എന്ത് ചെയ്തിട്ടുള്ളൂ, ജോബ് അലേർട്ടിൽ കൊടുക്കുന്നുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, ജോബ് അലേർട്ടിൻ്റെ വാക്കൻസീസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ജോബിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു കമൻറ്റ് ബോക്സിനകത്ത് കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അക്കൗണ്ടിൻ്റെ വാക്കൻസീസ് ഉണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് വിചാരിച്ചു, ഇന്നത്തെ ഒരു വീഡിയോ ജോബ് വാക്കൻസീസിൽ നമുക്ക് അക്കൗണ്ടൻറ്റിൻ്റെ ഒരു പോസ്റ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഞാൻ യൂട്യൂബിനകത്ത് നമ്മുടെ എന്താ പറയുക ഇൻസ്റ്റയുടെ ID അല്ലെങ്കിൽ ഇൻസ്റ്റത്തെ ആ ഒരു അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടുവരില്ല, എനിക്ക് പ്രോപ്പറായിട്ട് ഇൻസ്റ്റയിൽ DMs വരുമ്പോൾ എനിക്ക് റിപ്ലൈസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ ഈ എന്താ പറയുക ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്ന ആരും എന്താ പറയുക യൂട്യൂബിനകത്ത് കമൻറ്റ് ചെയ്യുന്നില്ല. യൂട്യൂബിനകത്ത് കമൻറ്റ് ചെയ്താലാണ് ഞാൻ എന്ത് ചെയ്യുക, അതിന് ഞാൻ പ്രോപ്പറായിട്ട് റിപ്ലൈസ് കൊടുക്കാറുണ്ട്. ഇൻസ്റ്റയിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ അധികം ഞാൻ മെസ്സേജിൻ്റെ ആ ഒരു പോർഷനിൽ പോയി നോക്കാറില്ല. കറക്റ്റ് ഞാൻ ഇൻസ്റ്റ IDയിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിലോ DM ചെയ്യുന്ന സമയത്ത് ഫസ്റ്റൊക്കെ നന്നായി റിപ്ലൈസ് കൊടുത്തിരുന്നു. പിന്നെ ഒരുപാട് എനിക്ക് DMs വരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതിനൊന്നും എനിക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് റിപ്ലൈസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ഞാൻ എന്ത് ചെയ്തിട്ടുള്ള ഇൻസ്റ്റ ID ഞാൻ റിമൂവ് ചെയ്തിട്ടുള്ളത്. എനിക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഏത് വീഡിയോ ആണോ കാണുന്നത് ജസ്റ്റ് ആ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കുക, ഞാൻ റിപ്ലൈസ് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റ അറിയുന്ന ആൾക്കാരുണ്ട്, അവർക്ക് എന്താ പറയുക ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ എൻ്റെ ജസ്റ്റ് എന്താ പറയുക യൂട്യൂബ് ചാനലിലെ പേരുണ്ട്, എൻ്റെ പേര് തന്നെയാണ്. ആ ഒരു പേര് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ID കിട്ടും. ആ IDയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അറിയേണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് അക്കൗണ്ട്സിൻ്റെ വാക്കൻസീസ് ആണ്. അതും ഇൻഫോ പാർക്കിലെ വാക്കൻസീസ് ആണ് കുറച്ചുള്ളത്. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്താ പറയുക ഫ്രഷേഴ്സിൻ്റെ വാക്കൻസീസ് ആണ് കുറച്ചും കൂടി ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ തന്നെ ഒന്നും നോക്കണ്ട, ഇപ്പം തന്നെ അപ്ലൈ ചെയ്യുക. ഇൻഫോ പാർക്കിൽ ഫ്രഷേഴ്സിനെ അക്കൗണ്ടിൽ വാക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോ പാർക്കിനകത്ത് അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ വാക്കൻസീസ് വരുന്നത് ഇൻഫോ പാർക്കിനകത്ത് മാത്രമല്ല, കൊച്ചി ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്തുണ്ട് വാക്കൻസീസ് ഉണ്ട്. അപ്പോൾ കുറച്ച് മിക്സപ്പ് ആയിട്ടാണ് വാക്കൻസീസ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താ പറയുക ഈ ജോബ് വാക്കൻസീസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വാക്കൻസി വരുന്നത് കൊച്ചി ബേസ്ഡ് ആണ്. ടാലി അക്കൗണ്ടൻ്റ് ആണ് കേട്ടോ അവർ പറയുന്നത്. 1 year എക്സ്പീരിയൻസ് റിക്വയർഡ് ആണ്. അത് ടാലിയിൽ തന്നെ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് തൃശ്ശൂരാണ് വാക്കൻസി വരുന്നത്. അത് അവർ ഫോക്കസ് ചെയ്യുന്ന മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ്. അതിൽ 3 year+ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അതിലും ടാലി തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു വാക്കൻസി വരുന്നത് കാലിക്കറ്റിലാണ്. ഇതൊരു ഫ്രഷർ അക്കൗണ്ടൻറ്റിനെയാണ് ഇവർ നോക്കുന്നത്. എന്താ പറയുക അക്കൗണ്ടൻറ്റ് ട്രെയിനി ആയിട്ടാണ് വരുന്ന ഒരു പോസ്റ്റിലോട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അക്കൗണ്ടൻ്റ് ആയിട്ട് കാലിക്കറ്റിൽ ആരെങ്കിലും ജോബ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വാക്കൻസി തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് സാലറി അങ്ങനത്തെ ഒരുപാട് കാരണം അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലിങ്ക് കയറിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഫുൾ എന്താ പറയുക ഏത് ജോബിനാണോ നിങ്ങൾ നോക്കുന്നത് ആ ജോബിൻ്റെ ലിങ്ക് കയറി കഴിഞ്ഞാൽ ഏതാണ് കമ്പനി, എവിടെയാണ് കമ്പനി, എന്താണ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എത്രയാണ് സാലറി എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ വേണ്ടി പറ്റും. അതുപോലെ CA ഇൻറ്റേണിനും വാക്കൻസീസ് വരുന്നുണ്ട് അവിടെ തന്നെ കേട്ടോ. ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട്, അത് കൊച്ചിയിലാണ്. പിന്നെ ഒരു വാക്കൻസി വരുന്നത് അക്കൗണ്ടൻറ്റ് ഇൻറ്റേണിലാണ്. എന്താ പറയുക അവർ നോക്കുന്നത് ഫീമെയിൽസിനെയാണ് കേട്ടോ. ഫ്രഷറിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അത് ഇൻഫോ പാർക്കിനകത്താണ് ഈ ഒരു വാക്കൻസി വരുന്നത്. അക്കൗണ്ടൻറ്റ് ഇൻറ്റേൺസ് ആണ്, അത് ഫീമെയിൽസ് ഓൺലി ആണ്. ഫ്രഷേഴ്സിനെയാണ് ആവശ്യം. അത് ഈ ജോബ് വാക്കൻസി ഉള്ളത് ഇൻഫോ പാർക്കിനകത്താണ്. മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക
ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഈ മെയിൽ ID കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോക്കുക. ഓക്കെ. പിന്നെ വരുന്നത് ജൂനിയർ അക്കൗണ്ടന്റിനെയാണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. ജൂനിയർ അക്കൗണ്ടന്റിന് ആവശ്യമുണ്ട്. അത് ഇൻഫോ പാർക്കിനകത്താണ്, കാക്കനാടാണ്. അപ്പോൾ ഈ ഒരു വാക്കൻസി വരുന്നത് എന്താ പറയുക, ഇൻഫോ പാർക്കിനകത്താണ്. നിങ്ങൾക്ക് ഇൻഫോ പാർക്കിൽ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായി, ഇൻഫോ പാർക്കിനകത്ത് എന്താ പറയുക അക്കൗണ്ടന്റിന്റെ വാക്കൻസീസ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു വാക്കൻസി ഉള്ളത് ഇൻഫോ പാർക്കിനകത്താണ്. അപ്പോൾ ഇൻഫോ പാർക്കിനകത്ത് 2 എന്താ പറയുക അക്കൗണ്ടന്റിന്റെ വാക്കൻസി ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പോയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഒരു വാക്കൻസീസിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു എന്താ പറയുക ലിങ്കിനകത്തുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ലിങ്ക് കയറി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്താ പറയുക കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ റിപ്ലൈസ് വരും. യൂട്യൂബിലാണെങ്കിൽ ഞാൻ വീക്ക്ലി വൺസിൽ ഞാൻ യൂട്യൂബൊക്കെ ഒന്ന് ഫുൾ ഇരുന്ന് ചെക്ക് ചെയ്യാറുണ്ട്. എൻ്റെ വീഡിയോസ് ആണെങ്കിലും എൻ്റെ കണ്ടന്റ് ആണെങ്കിലും ഒക്കെ ഇരുന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ കമൻസൊക്കെ ഞാൻ അങ്ങനെയാണ് റിപ്ലൈസ് കൊടുക്കാറ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ പറയുക വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസീസ് ഞാൻ വീക്ക്ലി വൺസ് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് ജോബ് അലേർട്ടൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പ്രോപ്പറായി ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെന്താ പറയുക, ഞാൻ ഇപ്പോൾ 2-3 വീഡിയോ ഫാമിലി വ്ളോഗ് കാര്യങ്ങളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജോബ് വാക്കൻസിയുടെ അപ്ഡേറ്റ്സും എൻ്റെ ഓഫീസ് വ്ളോഗും കണ്ട് ഒരുപാട് പേര് സബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ ഡിസപ്പോയിൻറ്റ് ചെയ്യേണ്ടല്ലോ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ വീണ്ടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ യൂസ്ഫുള്ളായി വിചാരിക്കുന്നു. അടുത്ത ജോബ് വീഡിയോ വരുന്ന വരെ എല്ലാവർക്കും ബൈ.